വളരെ സർവ്വനായി നിസ്സാരമായി പാപികളുമായി ഞങ്ങൾ സിംഹമാണ് സന്ധ്യയിൽ പ്രാർത്ഥിക്കാനാണ് എങ്കിലും അങ്ങേണ്ടമായ വിശ്വാസത്തോട് പരിശുദ്ധമായി വിശ്വസിക്കാൻ ജഗന്നാഥനെ ആഗ്രഹിക്കുന്നു. ഈ ആത്മാർത്ഥവും ശുദ്ധവും ചെയ്യുന്ന കർത്താവിനെ സഹായിക്കണമേ. വിശ്വാസപ്രമാണം സർവ്വശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്നു. അവിടുത്തെ വിശ്വസിക്കുന്നു. ഈ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവമായിരിക്കുന്ന പരിശുദ്ധമറിയമേ, ഞങ്ങളുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിന് അങ്ങയുടെ തിരുമാനം അപേക്ഷിക്കണമേ. നമ്മൾ തന്നെ പറയുന്ന സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ, ഞങ്ങളുടെ ദൈവശരണത്തിനുള്ള അവതരത്തിന് അങ്ങയുടെ തിരുമാനം അപേക്ഷിക്കണമേ. നമ്മൾ തന്നെ പറയുന്ന സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങൾ ദൈവസ്നേഹം അങ്ങേ തിരുമാനം അപേക്ഷിക്കണമേ. ഞങ്ങൾ തന്നെ പറയുന്ന സ്ത്രീ കർത്താവങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുക. അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ശിവമാനവരാജ്ഞി മഹിമയുടെ രണ്ടാം രഹസ്യം ഈശോയുടെ സ്വർഗ്ഗാരോഹണം. നമ്മുടെ കർത്താവിശ്വസിക്കാം തന്നെ ഉയർത്തിയ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടി തന്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നതിനെ സംസാരിക്കാം. അതിന് വേണ്ടുന്ന ആഹാരം ഇനിയൊരു തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അങ്ങയെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷിക്കുക അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജോമാരുടെ രാജ്ഞി മഹിമയുടെ മൂന്നാം ദിവസം പരിശുദ്ധ ആത്മാവിന്റെ ആരാധന. നമ്മുടെ കർത്താവിശ്വസിക്കാം പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിൽ കൊണ്ടിരിക്കുമ്പോൾ സെഹേൽ ധ്യാനിച്ചെന്ന കന്യകാമാതാവിന്റെ മേലും സ്ത്രീകന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു,
അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യത്തെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓ ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ. നരകാഗ്നിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധ ജോമയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹിമയുടെ നാലാം ദിവസം മാതാവിന്റെ സ്വകാര്യമാണ്. നമ്മുടെ കഥാവിശ്വസിച്ച ഉയർന്നു നൽകി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യക മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സുഖത്തേക്ക് എടുക്കപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി മഹിമയുടെ അഞ്ചാം രഹസ്യം. പരിശുദ്ധ മാതാവ് സ്വർഗ്ഗരാജ്ഞിയായി കൊടുത്തിരിക്കപ്പെടുന്നു. പരിശുദ്ധ ദേവമാതാവ് പരവൃത്തിയോടെ തന്റെ ദൈവവുമായ സ്വർഗ്ഗത്തെയും ഭൂമിയിലെ രാജ്ഞിയെ കൊടുത്തിരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് സംഗ്രഹിക്കാം. സർവ്വസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ ഈശോയെ, എത്രയും ജനമാതാവേ, അങ്ങേ സങ്കേതത്തിലൊടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാർഗത്തെ അപേക്ഷിച്ചവരിൽ ഒരുവരെങ്കിലും ഉപേക്ഷിക്കാൻ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കനികളുടെ രാജ്ഞിയെ കനികെ ദൈവമാതാവേ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ കൃപാകത്തെ
ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുവഴിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. വീണ്ടും ഉയർത്തുമ്പോൾ കഴിഞ്ഞ പറയാം അതോടൊപ്പം കർത്താവിനനുസരിച്ചുകൊണ്ടിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളും യോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഭക്തിയോടൊപ്പം ആഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Is
ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹിമയുടെ സന്തോഷമായ നാമത്തിന് സ്വർഗ്ഗവും ഇപ്പോൾ സ്തുതിക്കപ്പെടുമാലും ഹൃദയമായി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
അധ്യായം 3 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾ. സഹനത്തിലൂടെ സമാശ്വാസം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്ന് ഞങ്ങൾക്കറിയാം. നമുക്ക് സുഖാവുള്ളതിന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. പരിശുദ്ധ സുവിശേഷം. അപ്പോൾ സർവ്വശക്തനായ മാതാവ് തന്റെ പുത്രന്മാരുടെ കൂടെ വന്നവരും രാജാവോട് വിളിച്ചു. അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിന്റെ 2 പുത്രന്മാരുടെ ദിവസത്ത് അവർ 2 ദിവസത്തേക്ക് ഏൽപ്പിക്കണമേ. യേശു അവരോട് നൽകി, നിങ്ങൾ ചോദിക്കുന്നതാണ് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവനോട് പറഞ്ഞു, എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എന്റെ വലതുവശത്ത് ദിവസത്തേക്കാനുള്ള വശപ്പരം നിങ്ങൾ നൽകേണ്ടത് ഞാനല്ല, അതിന്റെ പിതാവ് ആർക്കുവേണ്ടി സ്ഥിരമാക്കിയിരിക്കുന്നതോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ 10 പേർക്ക് സഹോദരന്മാരുടെ ആവശ്യം തോന്നി. എന്നാൽ യേശു അവരെ പറഞ്ഞു, വിജയത്തിന്റെ ഭർത്താപിതാക്കൾ അവരുടെ മേൽ ജനാധിപത്യത്തിനും അവരുടെ പ്രമാണികളുടെ മേൽ അധികാരം നിങ്ങൾ അറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ അങ്ങനെ ആകരുത്. നിങ്ങൾ വിജയനാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകനും പ്രധാനം ആഗ്രഹിക്കുന്ന ക്ലാസ്സിലായിരിക്കണം. ശുശ്രൂഷിക്കാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകം മോചനത്തിനുമായി സജീവപ്പെടുത്തുവാനും മനുഷ്യൻ പ്രതികരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഏതൊരു മാതാവിന്റെയും പിതാവിന്റെയും ആഗ്രഹമാണ് തങ്ങളുടെ മക്കൾ നല്ല സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളത്. ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, IAS ആകണം, APS ആകണം തുടങ്ങിയ ഒത്തിരിയേറെ ആഗ്രഹം തുടങ്ങിയ മാതാപിതാക്കളാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കേട്ട ഈ സുവിശേഷത്തിൽ
സെബദിയോസ്മാരുടെ അമ്മ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഈ 2 മക്കളിൽ ഒരുവന് 1 ദിവസത്തും അവർ നിർദ്ദേശിക്കാൻ കൊടുക്കുന്നേ. നമ്മളാരും നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ വലതുവശത്തും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനം ദൈവത്തിന്റെ കുഞ്ഞു മക്കളെ പോലെ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളെ പോലെ മക്കൾ വളർന്നു വരണമെന്ന് ആരും പ്രാർത്ഥിക്കാറുള്ളൂ. വളരെ കുറച്ച് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അവർക്കൊക്കെ ഡോക്ടറായാൽ മതി, എഞ്ചിനീയറായാൽ മതി, അല്ലെങ്കിൽ വേറെ സ്ഥാനങ്ങളൊക്കെ കണ്ടാറുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിന് ഈശോ മറുപടി കൊടുക്കുന്നില്ല. തരുമെന്നോ തരുന്നാകുന്ന ഈശോ പറയുന്നില്ല. മറിച്ച് ഈശോ ചോദിക്കുകയാണ്, ഞാൻ കുടിക്കാൻ പോകുന്ന പാലപാത്രം കുടിക്കാൻ കഴിയുമോ? രണ്ടുപേരും ഞങ്ങൾ ശ്രമിക്കട്ടെ, അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങൾ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. പറയുക മാത്രമല്ല, അത് സംഗീതത്തിൽ അവർ പകർത്തിക്കൊള്ളിച്ചു. യോഹന്നാൻ തീർച്ചയായും പറയുക. അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ആ അപ്പോസ്തലൻ സ്വന്തത്തിൽ അനുഭവത്തിൽ പറയുന്നുണ്ട്. യാക്കോബ് വാളുകയായി തല ശിരശിരപ്പെടുന്ന പറയുക. ഈശോടെ ആ പാനപാത്രം അവർ രണ്ടുപേരും കുറിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പലവിധ ആവശ്യങ്ങളും ഈശോക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഈശോ പറയുന്നില്ല ഞാൻ തരും, അല്ലെ ഞാൻ തരില്ല എന്ന് ഈശോ പറയുന്നില്ല. മത്സരക്കാരെ മാത്രം ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ തങ്ങളുടെ സഹായം ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് ഒറ്റ ചോദിച്ചു. ഡോക്ടറാണെങ്കിൽ ഇവരെല്ലാം പറ്റി പഠിക്കണം. അതിന് എഞ്ചിനീയറാണെങ്കിൽ IPS ആണെങ്കിലും IAS ആണെങ്കിലും ഹൃദയം കൊണ്ട് പറഞ്ഞ ഞാൻ IAS ആകും IPS ആകും പറഞ്ഞാൽ അത് അടിയില്ല. പഠിക്കണം. പഠിക്കാൻ പുസ്തകത്തിൽ കാര്യമാണ്. രാത്രികൾ പുറപ്പെടുത്തിക്കേണ്ടി വരും, രാവിലെ എഴുതേണ്ടി വരും. ഇത് സഹനമാണ്. അപ്പൊ ഈ സഹനത്തിനൊക്കെ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രിയ മക്കളെ, കുഞ്ഞുമക്കളെ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനുള്ള സഹനങ്ങൾ ഉറപ്പാക്കേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും, പുതിയ അറിയേണ്ടി വരും. ഇതൊക്കെ ഇതിലുള്ള സഹനങ്ങളാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ദൗത്യത്തെ തീർച്ചയായിട്ടും തരും. നമുക്ക് നമ്മുടെ കയ്യും കാലിലും കഴുത്തിലുമൊക്കെ സ്വന്തം കഴുത്ത് അല്ലേ, ഹൃദയം കിടക്കുന്ന സ്വന്തമാണ്. അതെങ്ങനെയാണ് ഹൃദയം പ്രകടിച്ച് വന്ന സ്വന്തം കളിച്ചത് തീര് തുളച്ച് പറഞ്ഞ് അതിൻ്റെ ആ ചൂടെല്ലാം ഏറ്റിട്ടാണ് ആ സ്വർണ്ണത്തിൽ പ്രേരെ സ്വരം വരിക. ഇവർ സ്വർണ്ണ പ്രേരെ ആ തീര് സഹിച്ചുകൊണ്ട് ആ തീരൊക്കെ ഉയർവാണെങ്കിൽ സ്വർണ്ണപാത്രയെ വരിക, തളർന്നു വരിക. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ചിലർക്ക് തീർച്ചയായിട്ടും സഹനങ്ങൾ ഏറ്റുവാങ്ങണം. സഹനങ്ങളെ ഈശോയുടെ കുരിശിന്റെ പണത്തോട് ചെയ്യുന്ന വിശ്വാസം മനസ്സിലായിക്കൊണ്ട് ആ സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ ഈശോ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തരും. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളുടെ മക്കൾ ദൈവത്തിന്റെ മക്കളെ പോലെ കർത്തവ്യം പാലിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന മതമക്കളെ വളർന്നു പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ദൈവം നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യം നമുക്ക് സാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും സുഖത്തോടും സാധനത്തോടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കാൻ ചെയ്യുന്നതിനായി തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏലിയായുടെ ദൈവവും മൂശയുടെ ദൈവത്തോടുകൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സഭാതലയിലെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാമൂർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി കൊണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത വിശുദ്ധനായി വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണമായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെതിരെ പോവാൻ ഞങ്ങൾ യോഗ്യരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെസ്സിഹായുടെ സഹോദരന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവുണ്ടാകുന്നതുമായ ഞങ്ങളുടെ തിരുവനാധ്യക്ഷനായ മാറാൻ ഞങ്ങളുടെ പിതാവും തിരുവനാധ്യക്ഷനായ മറ്റെല്ലാ മുദ്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകിയ ഹൃദയമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവായ യേശുവേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവനകൾ നിറയ്ക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ. അങ്ങയുടെ അനുഗ്രഹവും പ്രബോധിക്കും പണവർക്കും കാരണമാകട്ടെ. പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. വിശുദ്ധമന്ദിരത്തിലെ കർത്താവിനെ സ്തുതിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും
നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനങ്ങളുടെ മാമോദീസായി ശരീരത്തിന്റെ എളുപ്പം നിത്യായുസ്സിൽ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും വേദരാജപുരുഷന്മാരും മെത്രാപ്പൊലീത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കാര്യങ്ങളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരെയും ഓർമ്മയിലാശോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിത വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ വരച്ച ഈ ലോകത്തിൽ കയറിക്കൊണ്ടുപോയ എല്ലാവരെയും മത്സരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ ജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആസ്വദിക്കണമേ. നിന്റെ സ്വരവാൻ പൂർത്തിയാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീക്ഷണമേറ്റ അങ്ങയെ സ്തുതിക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേയും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയെ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിച്ച് സമാധാനം അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ശുശ്രൂഷയാകുവാൻ എളിയ ഭാഗ്യമായത് ഞാൻ കാലങ്ങളാക്കി അങ്ങ് നൽകി ദാനം ശാസ്ത്രങ്ങൾ ജീവൻ യശക്രാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചന്വേഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു രക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസീനപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ.
മനുഷ്യരോട് അവരോട് കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളും മഹോദരനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങനെ അവരുടെ സ്വകീയസേനകൾ നാം കീർത്തിക്കുന്നു. പരിശുദ്ധമായ കുറെ മനസ്സാണ് ചേർന്ന് അതിനേക്കോട് ആരാധന സമർപ്പിക്കുന്നു. രാത്രിയിൽ ഈശോ ആരാധനാപിതാവെ അവരുടെ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർഗം കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾ പ്രവേശിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആശയമെടുത്ത് കൃതാപത്രം ചെയ്ത് വാഴ്ത്തി അവർ നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ വ്യക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് കൃതാപത്രം ഓർമ്മയ്ക്കായി സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടുകൂടി കർത്താവേ സത്യാദൈവമേ സർവ്വസർവ്വമായ മാർഫാസിയസ് പാപ്പായ്ക്ക് ഞാൻ സൗരമായ മാറാഖ്യത്രപോയിട്ടായി ഞങ്ങളുടെ പ്രധാനം പുരോഗമന സംസ്ഥാനങ്ങൾ സർവ്വസർവ്വ ഭരണാധികാരികൾക്ക് വിസർഗ സമരണിക്കുവാൻ സ്വീകരിക്കണമേ. രോഗികളും എല്ലാവർക്കും മരിച്ചവർക്കും സഹോദരനും ഐവരിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ.
സംസ്കാരത്തിനെയും ധാരണത്തിനെയും ഭംഗിയും കൈത്തരവും പരിശുദ്ധവും ജീവനായും ദോഷങ്ങൾക്കുകയും സ്ഥിതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി ആളുകളെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ ശുദ്ധാത്മാവ് എഴുതി വരട്ടെ. ചെയ്യട്ടെ. ജനോദിക്കും ഭാഗത്ത് മറ്റുള്ളവരിൽ വിശ്വാസിക്കുന്നതിച്ച് കാരണമാകട്ടെ. സജീവവും ജീവകാലമായ ലോകത്തിന് ജീവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷണം നൽകുകയില്ല, പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളതുമാകുന്നു. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാന്തരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങൾ വിനയം പാപങ്ങളെ പശ്ചാത്തപിച്ചും സഹോദരത്തിനോട് ശ്രമിച്ചുകൊണ്ട് സകലത്തിന്റെയും നാഥാരിയോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. വിധവകൾ കരങ്ങൾ പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുകയും ചെയ്യാം. യോജിപ്പെടുന്ന കൂടി ദിവ്യദിവസങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ, വിഭജന ചെയ്യുന്നവർക്ക് ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരണങ്ങളോടെയും വിശ്വാസത്തോടെയും അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ്
ഇപ്പോഴും എപ്പോഴും എന്നേക്കും സഹോദരനെ പാപങ്ങൾ മോചിച്ച ജീവപ്രദാനം ചെയ്യുന്ന ഈ രഹസ്യത്തിൽ പങ്കുവരാതെ ഇത് ജീവൻ മറന്നിരിക്കുന്ന വലിയ രഹസ്യമാകുന്നു. ആർദ്രവന് ഇതെല്ലാം കൊണ്ട് നൽകുന്നു. നമ്മെ ശുദ്ധീകരിക്കുകയും നമുക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന ഈ ദാനം നിർമ്മലതയോടെ നമുക്ക് സ്വീകരിക്കാം. Dari
അറിയിപ്പുകളുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ സ്വന്തക്കാഴ്ച 12,435 രൂപ വെരിവാടിയിൽ നിന്ന്, പ്രസാദമായ പള്ളിയിൽ നിന്ന് 5,128 രൂപ. ഈ ആഴ്ചയിൽ ദിവ്യാരാധനയ്ക്ക് തിരുവിടായി വാർഡിലെ കുടുംബം കുർബാനകളാണ്. തിങ്കളാഴ്ച തൊണ്ടിയിൽ തോമസ് കുട്ടി, ചൊവ്വ ചക്രവർത്തി വീട്, ബുധൻ മലമേ ജോസ് ജോൺ, വ്യാഴം ഡോക്ടർ റോസ് തോമസ് ശർമ്മ, വെള്ളി ഡോക്ടർ സജി തോമസ് മരിവക്കൻ, ശനി എബി കഞ്ഞിത്തുകുന്നേ. ഇന്നത്തെ കുടുംബ സമ്മേളനങ്ങൾ വളരെ കഴിഞ്ഞുപോയി. 3 സാധാരണ പള്ളിയിൽ ആദ്യ 5 മണിക്ക് 1-ാം മൈൽ ഷോച്ചി ഫാമിലി ബാബു നിർവഹിക്കുകയായിരുന്നു. അടുത്ത ആഴ്ച ദിവസങ്ങളിൽ 5:30 കോടതിപ്പടി സെന്റ് അൽഫോൻസ യൂണിറ്റിലെ മുതലപ്പ തോമസ് വീട്ടിൽ, 6:30 പെരുവാലി സെന്റ് ജോണി യൂണിറ്റിലെ ബൈജു നഗരത്തിൽ, 6:30 അക്കിപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ഡൽഹി തിരുവാണി കൊടുക്കുകയാണ്. ഇന്ന് വിശ്വാസ കഴിഞ്ഞു. ഈ ബുധനാഴ്ച പള്ളിയിൽ ഏകദിന കണക്ഷൻ ജീവിത സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. വൈകുന്നേരം ജീവിതം ഉണ്ടായിരിക്കുന്നതല്ല. ഈ ബുധനാഴ്ച ഏകദിന കണക്ഷൻ നടത്തുകയാണ്. വിശുദ്ധ കുർബാന 12 മണിക്കാണ്. വൈകിട്ട് കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. കർത്താവായ ദൈവമേ, നാമത്തിന് സ്തുതിയും സമർപ്പിക്കാം. അങ്ങനെ ജീവദായകവും ദൈവികവുമായ വചനം അതിനെ ആസ്വദിക്കുവാനും മാലാഖമാരുടെ നാമത്തെ സ്തുതിക്കുവാനും അങ്ങനെ ധാരാളം മോഹനായ ദൈവമേക്ക് സ്തുതിക്കുവാനും ബലിഹീനമായി കലകളെ ഒഴിവാക്കി പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കും നിത്യായുസ്സവരേകും ഞാൻ
ദൈവം കരുണയുടെ ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലും ദൈവം വരനിരം ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവരുടെ മോശപ്പെട്ടതങ്ങളെ മകരമാനകളെ സൂക്ഷിക്കണമേ. അങ്ങയുടെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ബോധത്തിന്റെ മഹനീയത സ്വീകരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുതകളെയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹം അവരുടെ ലോകത്ത് നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ യത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരെ ശുശ്രൂഷിക്കുന്നവർ ഇങ്ങനത്തെ ആനന്ദവും ആശ്വാസവും ഫലത്തിൽ വിശ്വമാർഗത്തിലൂടെ ആമേൻ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായവരെ സന്യാസിമാരെ ആത്മായ പരീക്ഷകളെ പ്രദാനം ചെയ്യണമേ. ലോകശരണായ ഈശോ വൈദികരാജ്ഞയെ പറയുമേ. വൈദികരമധ്യസ്ഥനായ ജോത്മരിയാനി വിശുദ്ധ അൽഫോൻസാമേ തിരുക്കുടുംബമേ